ഹായ് ഓൾ, ന്യൂസിലാൻഡ് മലയാളി കപ്പിളിൻ്റെ ന്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഗാർഡനിലെ വിളവെടുപ്പ് ദിവസമാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ഒലിവർ ആദ്യമേ തന്നെ അവിടെ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഒരു ബൗൾ നീട്ടി എന്തെങ്കിലും തായോ എന്ന് പറഞ്ഞ് വൈഫും വന്നിട്ട് ഒലിവറിൻ്റെ ഇൻട്രസ്റ്റിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഗാർഡൻ തുടങ്ങിയത്. ഇത് ഒലിവറിനോട് ഒരു ടൈമിൽ എന്തൊക്കെ ഗിഫ്റ്റ് വേണ്ടതെന്ന് വെച്ചപ്പോൾ ആശം പറഞ്ഞു ഒരു ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ഗാർഡൻ. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ അങ്ങോട്ട് തുടങ്ങാണ്. അപ്പോൾ എല്ലാവരും കൂടെ കാണാം വീഡിയോ. അപ്പോൾ അവരവിടെ തുടങ്ങിയിട്ട് ഇതിൻ്റെ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ഭയങ്കര ഇൻട്രസ്റ്റിൽ തന്നെ പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പോയിട്ട് നമ്മുടെ ഇപ്പുറത്ത് കുറച്ച് തക്കാളി കുട്ടന്മാർ നിൽക്കുന്നുണ്ട്. അവരൊന്ന് നോക്കിയിട്ട് വരാം നമുക്ക്. തക്കാളിയൊക്കെ ശരിക്കും പറഞ്ഞാൽ കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഒന്നും പഴുത്തിട്ടില്ല. ഓരോന്നിൻ്റെ ഷേപ്പ് നോക്കി തക്കാളി എന്ന് പറയുവാൻ കണ്ടു കഴിഞ്ഞാൽ വലിപ്പം നോക്കിയാൽ മുട്ടം വലിപ്പമാണ് ആ തക്കാളി, പക്ഷെ പഴുത്തിട്ടില്ല. അതാണ് തക്കാളികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചറപറ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇതിനെ കെട്ടി നിർത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വേലി കെട്ടണം, കെട്ടി നിർത്തും. അതേപോലെ നമ്മൾ കണ്ട അടുത്ത വീണ് കിടക്കണണ്ട. ഇതന്നെ അവസ്ഥ. കെട്ടി നിർത്താൻ അടുത്തൊരു കാറ്റ് വരെ വീഴ പ്രാന്തായി മനുഷ്യന്. അതിൻ്റെ അപ്പുറത്ത് വേറൊരു സാധനം നിൽക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചാലേ. തക്കാളി എന്നേ തോന്നുള്ളൂ, പക്ഷെ ആശാൻ ഇത്തിരി മുറ്റ ആള്. എൻ്റെ പേരാണ് ഗോസ്റ്റ് പെപ്പർ. ആശാൻ പേര് പോലെ തന്നെ ഇത്തിരി ജാതി ഒരു ടീമാണ് ആള്. ചെറിയ കഷ്ണട്ട തന്നെ ഇരിഞ്ഞ് ചാവും. അതേപോലെ തന്നെയാണ് ഈ തക്കാളിയുടെ പൂവ്. ഈ മഞ്ഞ കളറിൽ കാണുന്നതാണ് തക്കാളിയുടെ പൂവ്. ഇതാണ് ആദ്യം ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ ഈ കുർണി തക്കാളി ഇത് കാണണ്ട, കുർണി തക്കാളി അതേപോലെ ആയിട്ട് വരും. നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഈ സ്മോൾ തക്കാളി ഉണ്ടായി കഴിയുമ്പോഴേക്കും ഇതിങ്ങനെ വലുതായി വലുതായി വരും. ഇതാണ് ബീൻസിൻ്റെ പൂട്ട. റെഡ് കളറിൽ നല്ല ചുവച്ചതാണ്. അതിൻ്റെ പുറത്ത് ചെറിയ ചെറിയ ബീൻസ് എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ബൗള് ബീൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പം ഇത് സൂക്ഷിച്ച് നോക്കണം. അതിൻ്റെ ഇലയുടെ ഉള്ളിൽ കുറേ എണ്ണം ഒളിച്ചിരിക്കുന്നുണ്ടാവും. സൂക്ഷിച്ച് നോക്കണം. പിന്നെ നമ്മൾ ഇന്നത്തെ കുറേ എണ്ണം ഉണ്ടാവും. What is that? That's the big one. Give me. നോക്കുകയാണെങ്കിൽ നമ്മുടെ വില്ലീതുകളൊക്കെ കാണാം. കണ്ടാ നോക്കിയാൽ നമ്മളൊരു പാത്രം മുഴുവൻ അത് പൊട്ടിച്ച് നിറച്ചു. അപ്പോൾ ഒലിവറാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയത് കണ്ടോട്ട് കൂടി. കാരണം ഇത്രയധികം കിട്ടുന്ന അവനും പ്രതീക്ഷ ഉണ്ടാവില്ല. കാരണം അത്രയധികം കിട്ടി. നമുക്ക് മിളകും പൊട്ടിക്കാൻ കിട്ടി, അതിൻ്റെ ഒപ്പം ബീൻസും കിട്ടിയ ആവശ്യത്തിന്. അപ്പോൾ ആശാൻ തന്നെ അത് പിടിച്ച് അവിടെ ഒരു മൂലയ്ക്ക് കൊണ്ട് വെച്ചേക്കണം. ഇനി പോയിട്ട് ഇനി വേറെ ഉണ്ടോ നോക്കണം. കഴിഞ്ഞിട്ട് ഇനി ബാക്കി മിളകുണ്ടോ എന്ന് ഞങ്ങൾ പോയി നോക്കട്ടെ. മിളക് കഴിഞ്ഞു. ഇനി എല്ലാം ചെറുതുകളാണ്. ഇനി ആശാന്മാർ വലുതായിട്ട് വേണം ഇനി ബാക്കി പൊട്ടി. ഇതാണ് പിന്നെ നമ്മുടെ കരിഞ്ഞ ക്യാപ്സിക്കം കേട്ടോ. ഇത് ഇടിവെട്ടിൽ കരിഞ്ഞാന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും കുറേ കുഞ്ഞ് ക്യാപ്സിക്കം ഉണ്ടായതെന്ന്, പക്ഷേ ഇടിവെട്ടിൽ കരിഞ്ഞു പോയി. ഇതാണ് നമ്മുടെ അടുത്ത ബീട്രൂട്ട്. സാധനം ഉണ്ടാവാറായിട്ടുണ്ട്, ഏകദേശം ആവാറായിട്ടുണ്ട്. അടുത്ത നമ്മുടെ പുതിനല. പുതിനല എല്ലാവർക്കും അറിയാമല്ലോ. ഇവിടെ കാട് പോലെ ഉണ്ടാവും, പക്ഷേ അതേപോലെ തന്നെ കാട് പോലെ പുഴുവയിലുണ്ടാവും. അതല്ല നമുക്ക് വലിയാണ്ട് കിട്ടൊന്നുമില്ല. എല്ലാ ഐറ്റങ്ങളും അതിനെ തിന്ന് നശിപ്പിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യം. അങ്ങനെ ഇന്നത്തെ വിളവെടുപ്പ് കഴിഞ്ഞു. കരിഞ്ഞ ക്യാപ്സിക്കം വരെ ഞങ്ങൾ അടിച്ചങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം നമുക്ക്.